ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക സയ്യിദനാ മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് പരിശുദ്ധമായ ഹജ്ജ് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറഫാ ദിവസം വരുന്നു, പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദിവസം വരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും താരീഖാണ് യഥാർത്ഥത്തിൽ ഹജ്ജും പെരുന്നാളും എല്ലാം അനാവരണം ചെയ്യുന്നത്. ആ താരീഖിലൂടെ ഒരാവർത്തി കടന്നു പോകാൻ നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ബാധ്യസ്ഥരാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹയാണ്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ തവക്കുലിൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത് എന്ന് കാണാം. സംസം വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റിയതാണ് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ ബാക്കിലുള്ളത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ മനസ്സിനെ ഇലാഹി സമക്ഷത്തിലേക്ക് സമർപ്പിച്ച തവക്കുലിൻ്റെ ചീരണിയാണ് യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമായി അള്ളാഹു നൽകിയിട്ടുള്ള സംസം വെള്ളം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തവക്കുലാണ് യഥാർത്ഥത്തിൽ വലിയ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മ എന്ന് പറയുന്നത്. വലിയ മുത്തവക്കിലിങ്ങളായി നമ്മൾ മാറണം. നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ സാധാരണയായി ചൊല്ലുന്ന എല്ലാ ദിക്റും തവക്കുലിൻ്റെ ദിക്റാണ്. ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തവക്കുലാണ്. ഭക്ഷണം കഴിക്കുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തവക്കുലിൻ്റെ ദിക്റാണ്. വാഹനത്തിൽ കയറുകയാണ്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ, അത് തവക്കുലാണ്. നമ്മൾ ഉറങ്ങുകയാണ്, ബിസ്മിക റബ്ബി വദഅതു ജംബി, തവക്കുലാണ്. ഇങ്ങനെയെല്ലാം പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ, നിസ്കരിക്കാൻ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ പറയണത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ. നിസ്കരിക്കൽ പോലും തവക്കുലാണ് എന്നർത്ഥം. ഇലാഹിയായ തവക്കുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മയാണ് ബലിപെരുന്നാളിൻ്റെ ഓർമ്മയിലോടി എത്തുന്നുണ്ടൊരു വധനം, വലിയ പ്രതീക്ഷകൾക്കൊടുവിൽ കിട്ടിയ യരുമക്കുഞ്ഞിൻ വധനം, മാതാവിൻ വിരിമാറിൽ നിന്നു മടർന്നു മിനാതന്മാരിൽ മതിയൊളി കൊക്കും പുഞ്ചിരി തൂകി ബലിയാടായി പൂമോൻ, വിശ്വചരിത്രത്താളുകളൊക്കെ പരതു കാണാനാമോ, വിസ്മയമുറ്റിയ ഇക്കഥയോർത്താൽ ഹർഷം മാറിപ്പോമോ. അതുകൊണ്ട് ആ തവക്കുലിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ബലിപെരുന്നാളിനെ, വലിയ പെരുന്നാളിനെ എല്ലാവരും ആഘോഷിക്കണം. കുടുംബബന്ധം ചേർക്കുക എന്നതിന് വളരെ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് വലിയ പെരുന്നാൾ ദിവസം എന്ന് എല്ലാവരെയും ഉത്ബോധിപ്പിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ നല്ല നിലയിൽ അള്ളാഹും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പെരുന്നാളിനെ ആഘോഷിക്കാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.